ഹായ് സുന്ദരീസ്, വെൽക്കം ടു Asvivlogs. അപ്പോൾ അടുത്തൊരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റൊന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ജെറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ നേരമായി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ജെറ്റ് പോവും, പിന്നെയും ഞാൻ സംസാരിക്കും, പിന്നെയും ജെറ്റ് പോവും. അപ്പോൾ ഇവിടെ നമ്മൾ നേവിയുടെ അടുത്തുമാണ് താമസിക്കുന്നത്. ചില ദിവസം അവരുടെ ജെറ്റുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ജെറ്റ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ രാവിലെ എനിക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് നെക്ക് എക്സസൈസ് ചെയ്യും. പിന്നെ കാര്യമായിട്ടുള്ള റെഗുലർ എക്സസൈസ് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ. പിന്നെ അതാ ഞെക്കി ഞാൻ അവസാനം പേസ്റ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറും രാവിലെ തന്നെ തീർത്തു വയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തായാലും ഇനി വെയിലത്തോട്ട് ഇറങ്ങാനുള്ളതാണ്. ഞാൻ ജിമ്മിലേക്ക് പോകുമ്പോൾ കുറച്ചൊന്ന് സമയം എടുക്കും. ഒരു 7:45 ആകുമ്പോഴാണ് ഇറങ്ങുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു വെയിലൊക്കെ ഉണ്ടാവും. പിന്നെ തിരിച്ചു വരുന്നത് 9:30 നേരത്താണ്. അപ്പോൾ ഒന്നും കൂടി വെയിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും രണ്ടും ഇട്ടിട്ടാണ് കേട്ടോ രാവിലെ തന്നെ രണ്ടും ഇട്ടിട്ടാണ് പോവുക. അതും രാവിലെ തന്നെ ഇടും. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഒരു മണിക്കൂറോളം ഗ്യാപ്പ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കൊളാജൻ ഷോട്ട് കഴിക്കുന്നുണ്ടെന്ന്. ഡോക്ടർ പറഞ്ഞിട്ടാണ്, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ സ്കിന്നിങ്ങനെ പീൽ ഓഫ് ചെയ്യണതൊക്കെ പോകാനായിട്ടുള്ളൊരു സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ. കുടിക്കാൻ ഇത്തിരി പാടാണ്, പക്ഷേ ഞാൻ കുടിക്കുന്നുണ്ട്. ഒരു ദിവസം കുടിച്ചാൽ പിറ്റേ ദിവസം കുടിക്കില്ല. അതായത് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് കുടിക്കുക. ചിലപ്പോൾ എങ്ങാനും ഞാൻ മിസ്സായി പോയി കഴിഞ്ഞാൽ 2 ദിവസം അടുപ്പിച്ച് കുടിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ മാറ്റിമറിച്ചൊക്കെ കുടിക്കും. നമുക്കൊരു ഫസ്റ്റ് തന്നെ കുക്കിങ്ങിൽ ഒരു 5-6 പൊട്ടറ്റോ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. ഞാൻ കൂടുതലും വെള്ളത്തിലേക്ക് തട്ടുമ്പോൾ ഒരു കൈ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ എൻ്റെ മറ്റേ കയ്യിലത്തെ നഖം ഞാൻ നല്ല ഇൻഫെക്ഷനായിട്ട് ഓൾമോസ്റ്റ് പൊളിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ അതിലധികം വെള്ളം തട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഗ്ലൗസ് ഇടാം, പക്ഷേ ഞാൻ തൽക്കാലം വലത്തെ കൈ കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇൻ കേസ് വെള്ളം തട്ടി അപ്പം തന്നെ തുടച്ച് ഉണക്കി വെക്കും. എന്നിട്ട് നമ്മൾ ഒരു സ്റ്റൗവിൽ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റൗവിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചായക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സ്റ്റൗവിൽ നമ്മൾ പൊട്ടറ്റോ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നീട് അപ്പുറത്തേൽ നമുക്ക് ദോശ ചൂടാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ വെള്ളത്തിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ തേയില ഇട്ടിട്ടുണ്ട്. പിന്നെ ദോശ നമ്മൾ ഒരു മീഡിയം ദോശയാണ് ഉണ്ടാക്കണത്, വലിയ ദോശയല്ല, കുഞ്ഞുമല്ല. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ടയുടെ പകുതി ഇടാനാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ പകുതിയല്ല, ഓൾമോസ്റ്റ് 3/4 ഭാഗവും ആ ദോശയിലേക്ക് വന്നു. മുട്ട ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇമ്മക്കുട്ടിക്കും എനിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മുട്ട ദോശ ഇമ്മക്കുട്ടിക്കും, ഒരു മുട്ട ദോശ എനിക്കും കഴിക്കാമെന്ന് ആണ് വിചാരിക്കുന്നത്. നോക്കട്ടെ, ചിലപ്പോൾ ഇമ്മക്കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ രണ്ടും ഇമ്മ തന്നെ കഴിക്കും. അത് മൂഡിനനുസരിച്ചിരിക്കും. പിന്നെ രാവിലത്തെ നേരം ആകുമ്പോൾ ഉറങ്ങിയതിൻ്റെ ഒരു ഇതുണ്ടാവില്ല, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഇവിടെ ഭക്ഷണ രീതി. എന്തായാലും കഴിച്ചിട്ടാണ് പോവുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ടെങ്കിലും കഴിച്ചിട്ടാണ് പോവുക. എന്നിട്ട് നമ്മൾ ചായക്ക് വേണ്ടി വെച്ച വെള്ളം അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോഴേക്കും ഈ ദോശയായിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത ദോശ ചൂടാം. അതിലേക്ക് ബാക്കിയുള്ള എഗ്ഗ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് അധികം ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് മതി. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും നല്ലത് ഒറ്റൊരു ദോശയിലേക്ക് ഒറ്റൊരു മുട്ട ഇടുന്നതാണ്, പക്ഷെ രണ്ടായിട്ടിങ്ങനെ ഭാഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ചായ തിളച്ചിട്ടുണ്ട്. ഒന്ന് സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യും കേട്ടോ. ഇത് ഞാൻ അങ്ങനെ ആക്കി വെക്കും ഗ്ലാസ്സിൽ. അമ്മ വന്നതിന് ശേഷം കുടിക്കാം. അമ്മയ്ക്ക് അങ്ങനെ ചൂട് വേണമെന്നൊന്നുമില്ല ചായക്ക്. അങ്ങനെ വേണമെങ്കിൽ തന്നെ ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുക ചെയ്യാം. പിന്നെ നമുക്ക് ഇഡ്ലിക്കും വയ്ക്കണം കേട്ടോ. രാവിലെ ദോശയും ഉച്ചയ്ക്ക് ഇമ്മക്കുട്ടിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് ഇതാ പൊട്ടേറ്റോ ആയിട്ടില്ല, കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റൗവിൽ മാറ്റി വയ്ക്കാം. ഇത് ചായ നമ്മൾ ഊറ്റി ഗ്ലാസ്സിൽ ഒഴിച്ച് നമുക്ക് ഇതും മാറ്റി വെക്കാം കേട്ടോ. ഇത് അമ്മ വരുമ്പോൾ കുടിക്കും. ഞാൻ പിന്നെ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഏട്ടുണ്ടാക്കി തരുമ്പോൾ കുടിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതും ഒഴിവാക്കി, കാരണം എനിക്ക് പഞ്ചസാര തീരെ വേണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് നല്ലതാണ് ശരിക്കും. പഞ്ചസാര നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ വയറിനും നല്ലതാണ്, നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ചായയും കാപ്പിയും കുടിക്കണം ശീലമില്ല, അപ്പോൾ പിന്നെ അതിന് ഉണ്ടാക്കി എടുക്കേണ്ട വിചാരിച്ച് ഞാനത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ഞാൻ വെള്ളം കുടിക്കും കേട്ടോ. രാവിലെ ഇപ്പോൾ കൊളാജൻ ഷോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം പതുക്കെ കുടിക്കും. എനിക്കിഷ്ടമല്ല വെള്ളം കുടിക്കാനായിട്ട്, പക്ഷെ എന്നാലും കുടിക്കും. പിന്നെ ഇഡ്ഡലി കേട്ടോ, ഇഡ്ഡലിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നമ്മൾ 6 ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. അത് എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഏട്ടൻ രാവിലെ ഓട്സാണ് കഴിക്കുക. പിന്നെ ബട്ടർ ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. അടുത്ത ജെറ്റ് പോകുന്നുണ്ട്, അതിൻ്റെ ശബ്ദമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് തക്കാളി ചട്നി ഉണ്ടാക്കണം. പിന്നെ അതേപോലെ രാത്രിയിലേക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും ബാജി ഉണ്ടാക്കണം. ഇത് രണ്ടാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ സവോള, അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും ഇടാമെന്നാണ്. ഞാൻ ഷാൻജിയോൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ സിമ്പിളായിട്ടുള്ളതാണെങ്കിലും ഞാൻ ഷാൻജിയോൻ്റെ വീഡിയോ കാണും. നമുക്ക് അറിയെങ്കിലും ഷാൻജിയോൻ്റെ വീഡിയോ കാണുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടാവും അതിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആൾ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ്, വേറെ ഒന്നും
ഒന്നുമില്ല, കറക്റ്റായിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് പറയും. അത് മാത്രമല്ല ഉപ്പിൻ്റെ അളവ് വരെ പറയും. അപ്പോൾ അത് അടിപൊളിയല്ലേ. നമ്മൾ ആ അളവിലല്ല എടുക്കുന്നുണ്ടാവുക, പക്ഷേ എന്നാലും അത് എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിന് ദി ബെസ്റ്റാണ് കേട്ടോ ഷാൻജി കൊണ്ട്. ഈവൻ പ്രോ ആയിട്ടുള്ളവർക്കും വളരെ നല്ലതാണ്. പിന്നെ ഈ തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അതിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമ്മക്കുട്ടിക്ക് ടിഫിന് വേണ്ടിയിട്ട് കിവി കേട്ടോ, ബ്രേക്ക് ടൈം ടിഫിന് വേണ്ടിയിട്ട് കിവി ഇട്ടിട്ടുണ്ട്, കിവി എടുത്തിട്ടുണ്ട്. അതൊരു കുഞ്ഞു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് പിസ്താഷ്യോ പിന്നെ ചോക്ലേറ്റ് ചിപ്സ് ബസ്സിലിരുന്ന് എല്ലാവരുടെ ഒപ്പം ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 10 മണി നേരത്തെ ടിഫിനാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടദോശയും അതേപോലെ തന്നെ പാലും, ഇത് രണ്ടും കൂട്ടി ഇമ്മക്കുട്ടി കഴിച്ചോളും. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടൻ ഇമ്മക്കുട്ടീനെ എണീപ്പിച്ച് ഇമ്മക്കുട്ടീനെ കുളിപ്പിക്കുക എന്നുള്ളതല്ല, മേല് കഴുകിയിട്ടാണ് പോവുക, തല കുളിക്കില്ല. രാവിലെ നേരത്തെ പോകുമ്പോൾ തല കുളിക്കാൻ പാടാം, വന്നിട്ടാണ് തല കുളിക്കുക. അപ്പോൾ അതായത് ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ബട്ടൺ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്ത് നമുക്ക് ടിഫിനിലേക്ക് ആക്കാം കേട്ടോ. പിന്നെ ഒരു പൊട്ടാറ്റോ നമ്മൾ വേവിച്ചേന്ന് എടുത്തിട്ട് അത് വെച്ചിട്ടൊരു ലൈക്ക് മാഷ്ഡ് പൊട്ടാറ്റോ പോലെ ആക്കും. അപ്പോൾ ഇഡ്ഡലിയും മാഷ്ഡ് പൊട്ടാറ്റോയും കൂടി ഇമ്മക്കുട്ടി കഴിക്കും. അപ്പോൾ ഇന്നത്തെ ടിഫിനിൽ വെജിറ്റബിൾസ് ഒന്നുമില്ല, അത് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ചോറും തൈരും ഉപ്പേരിയും കൂട്ടിയിട്ടാണ് ഇമ്മ കൂടുതലും കഴിക്കുക. അപ്പോൾ പിന്നെ ഉപ്പേരിയും സാലഡും ഒക്കെ കഴിക്കുമ്പോൾ അങ്ങനെ വെജിറ്റബിൾസ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രൂട്ട്സും നട്ട്സും പിന്നെ ഇഡ്ഡലി പിന്നെ പൊട്ടറ്റോ അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടിട്ട് ഈ പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇട്ടിട്ടാട്ടോ ഞാൻ മാഷ് കഴിഞ്ഞാൽ 2-3 പാത്രങ്ങളൊന്നും എടുക്കാതെ മിനിമം പാത്രം, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് ഉച്ചയ്ക്കലത്തെ ടിഫിനായി, 10 മണി നേരത്തേക്കുള്ള ടിഫിനും ആയി. പിന്നെ ഞാൻ മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇമ്മക്കുട്ടിക്ക് 2 ദോശയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ജിമ്മിൽ പോണേക്കാട്ടിനും മുന്നേ കഴിക്കാനായിട്ട് ഒരു മുട്ട ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് തക്കാളി ചട്നിക്കുള്ളത് അരയ്ക്കാം. അതിൻ്റെ ഒപ്പം തന്നെ സവാള നുറുക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇമ്മക്കുട്ടീനെ ഒന്ന് നോക്കട്ടെ. 2 ദോശ ഫുള്ള് കഴിച്ചോ? ഇഷ്ടായോ? മേടിക്ക് കുട്ടിട്ടോ. ഇനി ഇമ്മക്കുട്ടിയുടെ മുടി ഒന്ന് കെട്ടി കൊടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. യൂണിഫോം ഒക്കെ ഏട്ടൻ തന്നെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പൊട്ടാറ്റോ ബാജി ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് തന്നെ പൊട്ടിക്കോളും, നമ്മൾ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇത് അടുത്ത് ജെറ്റ് പോകണം കേട്ടോ. ഇതിൻ്റെ പൊന്നെ ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ പറയാനിരുന്നിട്ട് ഇതെനിക്ക് തോന്നുന്നു 5-മത്തെയോ 6-മത്തെയോ ജെറ്റാണ് ഈ പോണത്. അതവിടെ അങ്ങനെ നടക്കും, അതിപ്പോൾ സാരമില്ല. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, സവാള ഇട്ടിട്ടുണ്ട്, പിന്നെ നമുക്കുള്ള ഇഡ്ഡലി ഉണ്ടല്ലോ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ചട്നിക്കുള്ളതും അരച്ചെടുത്തിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടോ. ഇനി നമുക്ക് അതിനെ ഒന്ന് വറുത്തിട്ടാൽ മതി. അപ്പോൾ ഇമ്മക്കുട്ടി ഫുള്ള് റെഡിയായി. രാവിലെ തന്നെ സ്വെറ്ററൊക്കെ ഇട്ടിട്ടൊക്കെയാണ് പോണത്. തണുപ്പുണ്ട് കേട്ടോ, രാവിലെ നേരത്തെ തണുപ്പുണ്ട്. 7:15 റെഡി ആവണ്ടേ. അപ്പോൾ ആ സമയമൊക്കെ നല്ല ചില്ലാണ്, എണീക്കുന്ന സമയത്ത് നല്ല തണുപ്പാണ്. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് എണ്ണയിട്ട് കുറച്ച് വറ്റൽമുളകും ഇട്ടിട്ട് അതിൻ്റെ തുപ്പി കളയാൻ മറന്നു കേട്ടോ. ഞാൻ ഒറ്റ കൈ കൊണ്ട് ചെയ്തതിൻ്റെ പ്രശ്നമാണ്, തുപ്പി കളഞ്ഞില്ല അതിൻ്റെ, സാരമില്ല, അതെന്തായാലും ഒരു ഭംഗിക്ക് അവിടെ ഇരുന്നിട്ട്. പിന്നെ നമുക്കിനി പൊട്ടാറ്റോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വഴറ്റിയതിന് ശേഷം എൻ്റെ പൊട്ടാറ്റോ മാഷർ കാണാനില്ല കേട്ടോ, പണ്ടത്തെ ആയിരുന്നു, എനിക്ക് തോന്നുന്നു അത് ഒടിഞ്ഞു പോയി. ഇനി നമുക്കൊരു പൊട്ടാറ്റോ മാഷർ എടുക്കണം. തൊലി കളഞ്ഞിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കണത്. അതല്ലാണ്ട് ഒരു പാത്രത്തിലെടുത്ത് അത് മാഷ് ചെയ്ത് പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പാത്രം മിനിമം കഴുകാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് കുറേ പാത്രങ്ങൾ ആകുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കുറേ പേരുണ്ട് പാത്രങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി കഴുകുന്നവർ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിനിമം പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കറി ഉണ്ടാക്കുക. അതിൽ തന്നെ ഇട്ടിട്ട് പൊട്ടാറ്റോ മാഷ് ചെയ്തു. ഇനി ഒരു പൊട്ടാറ്റോ മാഷർ മേടിക്കണം, നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാം. ഒരു പൊട്ടാറ്റോ മാറ്റി വെച്ചിട്ടുണ്ട്, നാളെ എടുക്കാം കേട്ടോ. നമുക്ക് ഉള്ള കറി ഇത് ഉണ്ടല്ലോ, ഇത് മതിയാവും നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് രാത്രിയിലേക്ക് കറിയായിട്ട് ചപ്പാത്തിക്ക്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു നേരത്തേക്കുള്ള കറിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ പൊട്ടാറ്റോ മാറ്റി വെച്ച് നാളത്തേക്ക് എടുക്കാം കേട്ടോ. നമുക്ക് നാളത്തേക്ക് സാൻഡ്വിച്ച് ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം. അപ്പോൾ ഇതാ പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുക്കള ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അമ്മ വന്നിട്ട് ക്ലീൻ ചെയ്താൽ കേട്ടോ. പിന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, വലിയ ഉണ്ടാവും പോലത്തെ പാത്രത്തിൽ. ദൈമക്കുട്ടിയും ഏട്ടനും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഏട്ടനും പെട്ടെന്ന് റെഡിയാവും. ഞാൻ മുട്ട കഴിക്കാൻ കഷ്ടപ്പെട്ട് എനിക്കിങ്ങനെ അങ്ങനെ രാവിലെ നേരത്തെ ഇതൊക്കെ കഴിക്കാൻ ഇത്തിരി പ്രയാസമാണ്. എനിക്ക് നല്ല കാലുവേദന, എനിക്ക് സ്റ്റെപ്പൊന്നും ഇറങ്ങാനും അങ്ങനെ ഒന്നും പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് കാലുവേദന. കാരണം ജിമ്മിൽ പോയിട്ട് ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തല്ലോ. ജിമ്മിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, വെയിറ്റ് ട്രെയിനിങ് എടുത്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും.
കുറേ കാലത്തിന് ശേഷമല്ലേ നമ്മൾ പോണത്, ഒരു 1.5-2 വർഷത്തിൻ്റെ ഗ്യാപ്പ് എടുത്തിട്ടാണ് പോണത്. അല്ലെങ്കിൽ ആദ്യമായിട്ട് പോയിട്ടുള്ളവർക്കും അറിയുണ്ടാവും, ഭയങ്കര വേദനയാണ്. നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങാനും ബാത്റൂമിൽ പോകാനൊന്നും പറ്റില്ല. അത് ലെഗ് ഡേ കഴിഞ്ഞിട്ടുള്ള വേദന പറയാൻ പറ്റില്ല. ഇത് ഇമ്മക്കുട്ടിയുടെ വേദന. ഇമ്മക്കുട്ടിയുടെ 2ാമത്തെ പല്ല് ഇളകുന്നുണ്ട് കേട്ടോ. ഒരു പല്ല് പറിച്ചെടുത്തു, അതിൻ്റെ വിളവ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടില്ല, അത് ഇടാം കേട്ടോ. അപ്പോൾ ഇമ്മക്കുട്ടിയുടെ 2ാമത്തെ പല്ല് ഇളകുന്നുണ്ട്, ഭയങ്കര വേദനയായിട്ടിരിക്കുക. അങ്ങനെ ഇമ്മക്കുട്ടി ബസ് കയറി സ്കൂളിലേക്ക് പോയി. തിരിച്ചു വരണതാണ് എനിക്ക് ബുദ്ധിമുട്ട്. ഏട്ടൻ അങ്ങനെ പോയിട്ട് ഓഫീസിലേക്ക് പോയി. 7:30 മണിക്ക് തന്നെ ഏട്ടൻ ഓഫീസിലേക്ക് പോകും. ഞാൻ ഒരുവിധം തിരിച്ച് കയറി ഉടുപ്പൊക്കെ ഇട്ട് വാച്ചൊക്കെ ഇട്ട് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുക അത് രാവിലെ തന്നെ ഇടുന്നതാണ്. അതിന് ഞാൻ രാവിലെ തന്നെ നല്ല ഉറങ്ങുമ്പോൾ വരെ ഈ വാച്ച് ഇടാറുണ്ട്. അത് നമുക്ക് ഫിറ്റ്ബിറ്റ് പോലത്തെ അല്ലേ, അതുകൊണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, പിന്നെ പാക്ക് ചെയ്തു, ബാഗ് പാക്ക് ചെയ്തു, കണ്ണടയൊക്കെ വെച്ചു. നമുക്ക് വണ്ടിയിൽ പോകണ്ടേ, ഷൂസൊക്കെ വെക്കും കേട്ടോ അതിൽ. എന്നിട്ട് നമുക്ക് ഇന്ന് ബാക്കാണ് കേട്ടോ വർക്കൗട്ട്, മൺഡേ അല്ലേ, അപ്പോൾ ബാക്കാണ് വർക്കൗട്ട്. അയ്യോ നല്ല വേദന കേട്ടോ സ്റ്റെപ്പ് ഇറക്കുമ്പോൾ ഒക്കെ. പൊതുവേ തന്നെ നല്ല വേദനയാണ്, പക്ഷേ ഇരിക്കുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒന്നും സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വേദന. ഞാൻ ഒരുവിധം വണ്ടി ഓടിച്ച് അവിടെ പോയി, എനിക്ക് നടക്കാൻ വയ്യായിരുന്നു. ജിമ്മിൻ്റെ അവിടെ ഇതേ കണ്ടോ, സീതാഫലാണ് കേട്ടോ. അത് നമ്മുടെ ആത്തച്ചക്കയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വലുതായി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പറിക്കാം. പക്ഷേ മിക്കവാറും നമ്മളിത് വലുതായി കാണുമ്പോഴേക്കൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും എടുക്കും കേട്ടോ. അങ്ങനെ എൻ്റെ ജിമ്മിൽ വർക്കൗട്ട് കഴിഞ്ഞു കേട്ടോ. ഒരു 7:45 ഞാൻ ജിമ്മിലെത്തുക. ഒരു 10-15 മിനിറ്റ് സ്ട്രെച്ചസ് ഒക്കെ ചെയ്യും. അത് പക്ഷേ വർക്കൗട്ടായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ 8 മണി തൊട്ട് 9:30 വരെ. 9:30 മണി ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ആരെയും കാണാത്തത്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ പോവും. പക്ഷേ 8 മണി നേരത്തൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പോണതാണ് കേട്ടോ എൻ്റെ ജിം സാർ. 8 മണി നേരത്തൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. അത് എല്ലാവർക്കും അവരുടേതായ ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 4 പേരൊക്കെ ലാസ്റ്റ് ഇതിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളും തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ചെയ്യണ വേറൊരു കുട്ടിയുണ്ട്. 2 പേരും ഒരുമിച്ചാണ് ചെയ്യുക. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ 2 പേരും കൂടി ഒരുമിച്ചാണ് ചെയ്യണത്. ആ കുട്ടി ഇറങ്ങായി, അപ്പോൾ ഞാനും അവളൊപ്പം ഇറങ്ങാണ്. വെച്ചാൽ ആളുടെ വഴിക്കാണ് പോകുക, ഞാൻ എൻ്റെ വഴിക്ക് പോകും. അത് PhD ചെയ്യണ കുട്ടിയാണ്. അപ്പോൾ തളർന്ന് ഒരു വിധമായി. 9:30 കഴിഞ്ഞു സമയം. ഇനിയിപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്ക് ഈ ജിമ്മിൽ വർക്കൗട്ടൊക്കെ കഴിയുമ്പോൾ നല്ലോണം എന്ന് വെച്ചാൽ നല്ലോണം വിശക്കും. പോരാത്തിന് നല്ല ശരീരവേദനയും കൂടി ആയതുകൊണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ എത്ര ആത്തച്ചക്കയൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കും കേട്ടോ. നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ വേദന കുറയുന്നതാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയുണ്ട്, തക്കാളി ചട്നിയുണ്ട്. അപ്പോൾ അത് കഴിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലൊരു പൊട്ടൊരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ചുമ്മാ കണ്ടു. ഫോൺ നോക്കണ്ടല്ലോ, TV ആകുമ്പോൾ അത്രയും നമുക്കൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അത് കണ്ടുകൊണ്ട് കഴിച്ചു കേട്ടോ. പിന്നെ എനിക്കൊരു 11 മണി നേരത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പഴം ആദ്യം ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലൊരു സ്പൂൺ ചിയാ സീഡ്സ് ഇട്ടിട്ടുണ്ട്, കുറച്ച് പാലും ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഈ ചിയാ സീഡ്സ് അതിൽ ഇരുന്ന് നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ നല്ല ചില്ലായിട്ട് കഴിക്കുമ്പോൾ നല്ലതാണ്. പിന്നെ വാട്ടർമെലൺ സീഡ്സ് അത് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ, അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാവും. എന്നിട്ട് അത് നമുക്ക് നല്ല ചില്ലായിട്ട് കഴിക്കുമ്പോൾ മധുരമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനങ്ങനെ കഴിക്കാൻ വിചാരിച്ചത്. ചിലപ്പോൾ ഞാൻ പഴം ഇടാറില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ ചിയാ സീഡും പാലും കൂടി ആകുമ്പോൾ ഞാൻ മധുരം വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ചിയാ സീഡ്സ് കഴിക്കണം നല്ലതുമാണ്, വാട്ടർമെലൺ സീഡ്സ് ഒക്കെ കഴിക്കണം നല്ലതുമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 11:30 നേരത്ത് കഴിക്കും കേട്ടോ. ഇതിപ്പോൾ 2 പഴം ഉണ്ടായിരുന്നു. അത് ഈ മക്കുട്ടി വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നൊരു 4 മണി നേരത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നെയ്യിൽ പഴം ഒന്നിങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട്, വഴറ്റി എടുക്കുന്നുണ്ട്. അതിലൊരു ലേശം പഞ്ചസാര ഇട്ടിട്ടുണ്ട്, കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് വഴറ്റിയിട്ട് നമ്മളൊരു പാത്രത്തിലാക്കി ഞാൻ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇടനേരത്ത് കൊടുക്കാൻ വേണ്ടി അപ്പം ഉണ്ടാക്കിയാലും മതിയായിരുന്നു, പക്ഷേ ഞാൻ രാവിലെ തന്നെ എല്ലാം തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പഴം റെഡി ആയിട്ടുണ്ട്, അതും മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു സാധനം കൂടി ഉണ്ടാക്കാനുള്ളത് മഖാന എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, ഞാനിത് കാണുന്നത് ഒരു 7 വർഷം മുമ്പ് ഞാൻ ഗോവയിൽ വന്നിട്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ ഏറ്റവും ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇത് എന്താണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇത് ലോട്ടസിൻ്റെ സീഡ്സ് എന്നാണ് പറയണത്, ഭയങ്കര ഹെൽത്തിയാണെന്നാണ് പറയണത്. അപ്പോൾ ഇത് നമുക്ക് വെറുതെ വേണമെങ്കിൽ വറക്കാം, അതല്ല നെയ്യ് ഒഴിച്ചിട്ട് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് കഴിച്ചു നോക്കാം എത്ര കണ്ടും ക്രഞ്ചി ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതേ മക്കാന നമ്മൾ ഫ്രൈ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ഹെൽത്തിയാണ്. പക്ഷെ എല്ലാവർക്കും ഇത് ഇഷ്ടമാവണം എന്നില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ 2-3 പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് അടുക്കളയൊക്കെ ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാനുണ്ട് കേട്ടോ ചെടികൾക്ക്. അത് ഞാൻ എപ്പോഴും ഒന്നും ഒഴിക്കാറില്ല, അമ്മ ഒഴിക്കും.
ചിലപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ഒഴിക്കും. സ്ഥിരം ഞാൻ ഒഴിക്കാറ്, പക്ഷെ തിരക്കൊക്കെ വരുമ്പോൾ ഞാൻ മറന്നു പോകാറുണ്ട് കേട്ടോ. പിന്നെ മണി പ്ലാന്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമ്മൾ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് സർവൈവ് ചെയ്തോളൂ. ഇപ്പോഴത്തേ നമ്മൾ മണി പ്ലാന്റ് ഉണ്ട്, ഇത് ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യം വെച്ചത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇത് വളർന്ന് ഇങ്ങനെ നന്നായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഇങ്ങനെ പന്തലിച്ച് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പല പല മണി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഫുള്ള് ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ളതുണ്ട്, പിന്നെ ഇടയിൽ ലൈറ്റ് ഗ്രീൻ ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ വരണതുണ്ട്. അങ്ങനെ അങ്ങനെ പല 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 മണി പ്ലാന്റ്സ് ആണ് ഉള്ളത്. അത് ഇവിടെയും മണി പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. ഇങ്ങനെ കുറച്ച് ചെടികളുണ്ട്. പക്ഷേ ഇവിടുത്തെ കുറച്ച് ചെടികളുണ്ടല്ലോ അത് കുറച്ച് വാടിയിട്ടുണ്ട്. കാരണം നമ്മൾ നാട്ടിൽ പോയ സമയത്ത് ഇങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് ഇത്തിരി വാടിയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ സ്ഥിരം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സർവൈവ് ചെയ്ത് വരുന്നുണ്ട്. പതുക്കെ ശരിയാവും, കുറച്ച് സമയം എടുക്കുമല്ലോ, വാടിപ്പോയതല്ലേ. പിന്നെ അത് ബെഡ്ഷീറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല വെയിലും അധികം അടിക്കാഞ്ഞാൽ നല്ലതാണ്, കാരണം വല്ലാണ്ട് വെയിലടിച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മുടെ ചിയാ സീഡ്സിൻ്റെ ആയിട്ടുണ്ട്, പക്ഷേ നല്ല വൃത്തിയായിട്ട് ടേസ്റ്റ്. അത് പഴത്തിൻ്റെ ആട്ടോ. എനിക്ക് ആ റോബസ്റ്റ് പഴത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമാകുന്നില്ല. അപ്പോൾ അതിലും നല്ലത് എനിക്ക് തോന്നുന്നു പഴം ഇടാണ്ട് വെറുതെ ചിയാ സീഡ്സും പാലും കൂടിയിട്ടാണെങ്കിലും വാട്ടർമെലൺ സീഡ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, പഴം ഇടില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പഴത്തിൻ്റെ ടേസ്റ്റ്. പിന്നെ നമുക്കിനി വീഡിയോ എഡിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇന്നെൻ്റെ എഡിറ്റിംഗ് ഡേ ആണ്. ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല, കാരണം ഷൂട്ട് ചെയ്തത് എഡിറ്റ് ചെയ്യാനുണ്ട്. ഒരു ദിവസം ഷൂട്ട് ചെയ്താൽ ഒരു ദിവസം എഡിറ്റ് ചെയ്യുക, ഒരു ദിവസം ഷൂട്ട് ചെയ്യുക ഒരു ദിവസം എഡിറ്റ് ചെയ്യുക, അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. എനിക്ക് ഈ സാധനം തീരെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് റുട്ടീൻ. അങ്ങനെ ഇപ്പോൾ 10-11 മണിയായി സമയം. ഇനിയിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് അങ്ങനെ എൻ്റെ സമയം, ഇന്നത്തെ സമയം അങ്ങനെ പോകും. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ ഫ്ലൈറ്റും അതേപോലെ ജെറ്റും ഒക്കെ പോയിട്ട് ശല്യം ഉണ്ടായിരുന്നു. റിലീസ് വരെ അടുത്ത തവണ ഞാൻ ഒന്നും കൂടി ശ്രദ്ധിക്കാം കേട്ടോ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.